everyone, welcome to another video. In this video, we will discuss RMO 2017 question. So, this question polynomial topic base question is, let P of x equals x square plus half x plus b and Q of x equals x square plus cx plus d be two polynomials with real coefficients such that P of x into Q of x is Q of P of x for all real x. Find all the real roots of P of Q of x equal to 0. So, question is, we have to find all the real roots of P of Q of x equal to 0. But we have some conditions. P of x is a polynomial, Q of x is a polynomial. That's why we have a condition P of Q of x equal to 0. Okay. So, we have P of Q of x equal to 0. And P of Q of x, P of x into Q of x is Q of P of x. So, we just okay. So, P of x into Q of x is Q of P of x, which means Q of P of x is x in the position like we substitute P of x and substitute. Right? So, this becomes P of x whole square plus C into P of x plus D and okay. Yes. So, that is P of x into Q of x is equal to P of x the whole square plus C into P of x plus D. Now, P of x is P of x is x square plus half x plus B. That's Q of x is x square plus cx plus d. But just substitute. Okay. So, x square plus half x plus b into x square plus cx plus d. Okay. Ini we right hand side P of x substitute. That is x square plus half x plus b substitute. So, x square plus half x plus b the whole square plus c into x square plus half x plus b plus d. Okay, is this clear? Yes. Now, we will simplify this. Now, we will LHS simplify. So, x square into x square. What is x square into x square? X raised to 4. Now, x cube is x cube. X cube is x square x multiply. So, that is c x cube plus അതുപോലെ ഇവിടെയാണെങ്കിലോ ഹാഫ് എക്സ് ഇവിടെ ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഹാഫ് എക്സ് ക്യൂബ് വിച്ച് ഇസ് സി പ്ലസ് ഹാഫ് എക്സ് ക്യൂബ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും എടുത്തെഴുതി. ഇനി അടുത്തത് ഏതാണ്? ഇപ്പോൾ എക്സ് റേസ് ടു 4 ആയി, എക്സ് ക്യൂബ് ആയി. ഇനി എക്സ് സ്ക്വയർ വരുന്നത് എപ്പോഴാണ്? എക്സ് സ്ക്വയർ വരുന്നത് എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? So, that is dx square plus അതുപോലെ ഇവിടെ bx square plus പിന്നെ x ന്റെ രണ്ട് ടേംസ് ഉണ്ട് അല്ലേ? ഹാഫ് എക്സും cx. That is c by 2 x square എന്ന് വരും. Okay. That is equal to d plus b plus c by 2 x square എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതും എടുത്തെഴുതി. ഇനി അടുത്ത ഏതാണ്? എക്സിൻ്റെ ഒരു ടേം ഉണ്ട് അല്ലേ? എക്സിൻ്റെ ഒരു ടേം വരണം. അപ്പോൾ എക്സിൻ്റെ ടേം വരണമെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? എക്സും കോൺസ്റ്റന്റ് ടേംസും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എക്സും കോൺസ്റ്റന്റ് ടേംസും. സോ ഹാഫ് എക്സ് ഇൻറ്റു ഡി ചെയ്തു. ദാറ്റ് ഇസ് ഡി ബൈ 2 എക്സ്. അതുപോലെ സി എക്സ് ഇൻറ്റു ബി ചെയ്തു. ദാറ്റ് ഇസ് ബി സി എക്സ്. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ 2 പ്ലസ് ബി സി ഇൻറ്റു എക്സ്. d by 2 plus bc into x. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി നമുക്ക് കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ? കോൺസ്റ്റന്റ് ടേം വരണമെങ്കിൽ b ഇൻറ്റു ഡി ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് b ഇൻറ്റു ഡി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ LHS എന്ത് ചെയ്തു? LHS നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം? RHSലേക്ക് പോവാം. അപ്പോൾ ഇവിടെ RHS സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? ദിസ് ഈസ് a plus b plus c the whole square
എന്നുള്ള ഫോമിലാണുള്ളത് അല്ലേ. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഇതിനൊന്ന് അതുപോലെ എഴുതാം കേട്ടോ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഹാഫ് എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. സോ എങ്ങനെ എഴുതാം? എക്സ് റേസ്ഡ്, ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, എക്സ് റേസ്ഡ് 4. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് എക്സ് ദി ഹോൾ സ്ക്വയർ, ഹാഫ് എക്സ് ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1/4 എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. തേർഡ് ടേമിന് സ്ക്വയർ ചെയ്തു. ഇനി 2 ഇൻറ്റു എ ബി. 2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? വാട്ട് ഇസ് 2 ഇൻറ്റു എ ബി? സി 2 ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ എന്താ വരിക ഇവിടെ? 2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഹാഫ് എക്സ് ആണ് അല്ലേ. എക്സ് സ്ക്വയർ ഇൻറ്റു ഹാഫ് എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഹാഫ് എക്സ്, 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഹാഫ് എക്സ്, 2 ഇൻറ്റു എ ബി. റൈറ്റ്. സോ 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എക്സ് ക്യൂബ് മാത്രമാണ് ഉണ്ടാവുക അല്ലേ. എക്സ് ക്യൂബ് മാത്രം ഉണ്ടാവുക. ജസ്റ്റ് എക്സ് ക്യൂബ് എടുത്ത് എഴുതുന്നുണ്ട്. പ്ലസ് ഇനി 2 ഇൻറ്റു ബി സി. 2 ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഹാഫ് എക്സ് ഇൻറ്റു ബി, 2 ഇൻറ്റു ഹാഫ് എക്സ് ഇൻറ്റു ബി. സോ ഇവിടെ ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്തു. അഗെയിൻ എന്താ കിട്ടുന്നത്? ബി എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ബി എക്സ് പ്ലസ് 2 ഇൻറ്റു എ സി. എ സി എന്ന് പറഞ്ഞാൽ ബി എക്സ് സ്ക്വയർ, 2bx സ്ക്വയർ. ഓക്കെ, 2bx സ്ക്വയർ. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെയാണ് വരിക? അതിൻ്റെ കൂടെ നമ്മൾ ഈ രണ്ട് ടേംസും കൂടെ ആഡ് ചെയ്യണം. ഈ രണ്ട് ടേംസും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഇസ് എക്സ് റേസ് ടു 4 പ്ലസ് ഹാഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് പ്ലസ് 2bx സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. സോ ഈ ഒരു ടേമിൽ എക്സ് റേസ് ടു 4 ഉണ്ട്, എക്സ് ക്യൂബ് ഉണ്ട്. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എക്സ് ക്യൂബ് ആവാനുള്ള ഒന്നുമില്ല. സോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് വരും. സോ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് എന്ന് വരും. ആൻഡ് ഇനി എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഏതൊക്കെയാണ് ഇവിടെ? ഹാഫ് 1/4 എക്സ് സ്ക്വയർ പ്ലസ് 2b പ്ലസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സി എന്നുള്ള ടേം വരും, സി ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. സോ ദാറ്റ് ഈസ് സി 1/4 പ്ലസ് 2b പ്ലസ് സി എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് 1x ക്യൂബ് 1/4 പ്ലസ് 2b പ്ലസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി അടുത്തത് ഏതാണ്? എക്സിൻ്റെ ടേംസ് ഉണ്ടാവും. എക്സിൻ്റെ ടേംസ് എന്താണ് ഇവിടെ? ബി എക്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആണെങ്കിൽ സി ഇൻറ്റു 1/2, ദാറ്റ് ഈസ് c/2. സോ ദാറ്റ് ഈസ് c/2 പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് ഇനി കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. കോൺസ്റ്റൻറ്റ് ടേംസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ ബി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സി ഇൻറ്റു ബി എന്നുണ്ടാവും. സോ സി ബി പ്ലസ് ഡി എന്ന് വരും. സോ ദാറ്റ് ഇസ് ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി. ഇനി നമുക്കിവിടെ എക്സ് റേസ് ടു 4, ഇപ്പുറത്തും എക്സ് റേസ് ടു 4 ഉണ്ട്. ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇപ്പോഴത്തെ എക്സ് ക്യൂബ് ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെ കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഉള്ള കോഎഫിഷ്യൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള എക്സ് സ്ക്വയറിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും എക്സിൻ്റെയും ഒക്കെ കോഎഫിഷ്യൻസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ എക്സ് ക്യൂബിൻ്റെ ആദ്യം എടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു 4 നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. ബിക്കോസ് എന്താണ്? എക്സ് റേസ് ടു 4 ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ അവിടെ കമ്പാരിസൻ്റെ ആവശ്യമില്ല. ഇനി എക്സ് ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹാഫ് സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ്. ഹാഫ് സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ജസ്റ്റ് അത് എടുത്ത് എഴുതാം. ഹാഫ് സി ഈസ് ഈക്വൽ ടു 1. ഹാഫ് സി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരിക? സി ഈക്വൽ ടു സി ഈക്വൽ ടു 1 മൈനസ് 1/2 വിച്ച് ഇസ് 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ ഡു വി ഗെറ്റ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ ഡി പ്ലസ്
b plus c by 2 is equal to 1 by 4 plus 2b plus c എന്നുണ്ട് അല്ലേ? So that is d plus b plus c by 2 is equal to 1 by 4 plus 2b plus c. Okay. So ഇതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? d plus 2b, ഇവിടെ ഒരു b ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പോൾ ഒരു b എന്നായിട്ട് മാറി. ദെൻ c എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടിയത്? c is equal to ഹാഫ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. സോ സിന് നമ്മൾ ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ, സിക്ക് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ടേം 1 by 4 എന്നായിട്ട് മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ അഗൈൻ 1 by 2. സോ 1 by 4 1 by 4 ക്യാൻസൽ ചെയ്തു. സോ ഡി ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഡി ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്ന് കിട്ടി. സി എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് കിട്ടി, ഡി എന്ന് പറയുന്നത് ബി പ്ലസ് ഹാഫ് ആണെന്നും കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തതിലേക്ക് പോവാം. ദാറ്റ് ഈസ് എക്സിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് സി ബൈ 2 പ്ലസ് ബിയും ഇവിടെ നിന്ന് ഡി ബൈ 2 പ്ലസ് ബി സിയും ആണുള്ളത് അല്ലേ? സോ നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതാം. ഡി ബൈ 2 പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു സി ബൈ 2 പ്ലസ് ബി. ഓക്കെ, അപ്പോൾ സിക്ക് നമ്മൾ ഹാഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ബൈ 2 പ്ലസ് സിക്ക് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ബൈ 2 എന്ന് വരും, ഇസ് ഈക്വൽ ടു 1 by 4 പ്ലസ് ബി എന്ന് വരും. ഓക്കെ, സോ ബി മൈനസ് ബി ഹാഫ്, ഈ രണ്ട് ബിയും കൂടെ ചെയ്യുമ്പോൾ ഡി ബൈ 2 ഇസ് ഈക്വൽ ടു 1 by 4 പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടും. സോ ഡി ഇസ് ഈക്വൽ ടു അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത അതേ തന്നെ ഡി ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്നുള്ള സെയിം ഇക്വേഷനാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയത്. ഓക്കെ, സോ ഡി ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. സോ ഡി ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്നാണ് നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് അടുത്തത് എന്ത് പോവാം? അടുത്തത് എക്സ് റേസ് ടു 0, അതായത് കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യാം. കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ അതേ ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി, ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു ബി ഡി. ഓക്കെ അല്ലേ? സോ ഇതിങ്ങനെ ബി ഡി ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി. ഓക്കെ, സോ ഇവിടെ ഡി എന്ന് പറയുന്നത് ബി പ്ലസ് ഹാഫ് ആണ്. സോ ബി ഇൻറ്റു ബി പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ ബി ബൈ 2 പ്ലസ് ഡി എന്ന് പറയുന്നത് ബി പ്ലസ് ഹാഫ് ആണ്. ഓക്കെ, so this becomes b square plus b by 2 is equal to b square plus b by 2 plus b plus half എന്ന് കിട്ടും. സോ ബി സ്ക്വയർ ക്യാൻസൽ ചെയ്തു, b by 2 ക്യാൻസൽ ചെയ്തു, ആൻഡ് b plus half equal to 0, that is b equal to minus half. ഓക്കെ, സോ b equal to minus half എന്ന് നമുക്ക് കിട്ടി. സോ c equal to ഹാഫ്, b equal to മൈനസ് ഹാഫ്. അപ്പോൾ d എന്തായിരിക്കും? d എന്ന് പറയുന്നത് b എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ്. സോ മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് ചെയ്താൽ 0. സോ d എന്ന് പറയുന്നത് നമുക്ക് 0 ആണെന്ന് കിട്ടി. ഓക്കെ, b equal to മൈനസ് ഹാഫ്, d equal to 0, c equal to ഹാഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ സി ഹാഫ് ഉണ്ട്, അതുപോലെ ബി മൈനസ് ഹാഫ് ഉണ്ട്, ഡി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് പ്ലസ് ബിക്ക് നമ്മൾ ദേ മൈനസ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഹാഫ് എക്സ് മൈനസ് ഹാഫ് എന്ന് കിട്ടി. ഇനി അടുത്തത് ക്യൂ ഓഫ് എക്സ് എങ്ങനെയായിട്ട് മാറും? സിയും ഡി ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ്, സി എന്ന് പറയുന്നത് ഹാഫ് ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് ആയിട്ട് മാറി. ഓക്കെ, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് എന്നായിട്ട് മാറി. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് മൈനസ് ഹാഫ് എന്നായിട്ട് മാറി. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ഓൾ ദി റിയൽ റൂട്ട്സ് ഓഫ് പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലേ? സോ പി ഓഫ് ക്യൂ ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് എടുത്ത് എഴുതാം. പി ഓഫ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ
പിയിലെ എക്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുകയാണ് ക്യൂ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ക്യൂ മൈനസ് ഹാഫ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2q സ്ക്വയർ പ്ലസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 2q സ്ക്വയർ പ്ലസ് 2q മൈനസ് ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആൻഡ് ഇതിൽ നിന്ന് 2q നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ബിക്കംസ് q പ്ലസ് 1. ഇവിടെ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 1 ഇൻറ്റു ക്യൂ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2q മൈനസ് 1 ഇൻറ്റു q plus 1 is equal to 0, right? Which is q equal to 1 by 2 or q equal to minus 1. q equal to 1 by 2 or q equal to minus 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? q equal to minus 1 or q equal to half എന്ന് കിട്ടി. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഹാഫ് എന്നും കിട്ടി, നമുക്ക് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ 2 ആണ് ക്യൂ ഓഫ് എക്സ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, സോ നമുക്കിതിനെങ്ങനെ എഴുതാം? 2x സ്ക്വയർ qx square means 2x square plus x is equal to 1. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അഗെയിൻ 2x square plus 2x minus splitting the middle term minus x minus 1 equal to 0. ഓക്കെ, സോ 2x പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനകത്ത് x plus 1 എന്ന് വരും. ഇവിടെ എന്ത് വരും? മൈനസ് into x plus 1 is equal to 0. So that is 2x minus 1 into x plus 1. Okay, so x ഇവിടെ എന്ത് വരും? ബാക്കി ചെയ്യുമ്പോൾ x equal to half എന്നും കിട്ടും, അതുപോലെ x equal to -1 എന്നും കിട്ടും. ഓക്കെ, x equal to halfും x equal to -1 എന്നും കിട്ടും. ഇത് സോൾവ് ചെയ്ത് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സിന് 2 സൊല്യൂഷൻസ് ആണ് കിട്ടിയത്, ഹാഫും -1. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ വരിക? ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്താ വരിക? ഡിസ്ക്രിമിനൻ്റ് b സ്ക്വയർ മൈനസ് 4ac അല്ലേ? ദാറ്റ് ഈസ് 1 by 2 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു c എന്ന് പറയുമ്പോൾ +1. 1 by 4 മൈനസ് 4 എന്ന് വരും അല്ലേ? 1 by 4 മൈനസ് 4 എന്ന് വരും, which is negative. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നമുക്ക് നെഗറ്റീവാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഡു നോട്ട് ഹാവ് റിയൽ റൂട്ട്സ്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന് റിയൽ റൂട്ട്സ് ഇല്ല. നമുക്ക് റിയൽ റൂട്ട്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ എക്സിന് പോസിബിൾ ആവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഹാഫും -1. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.